ആ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സിദ്ധികളൊന്നും പൂർണ്ണതോതിൽ ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ ആ കാലത്ത് ഉണ്ടായിരുന്ന സിദ്ധികൾ കുറെ കാലം നിലനിന്നിട്ടുണ്ടാവുമല്ലോ. ആ ചില അനുഭവങ്ങളൊന്നും പറയും. കുറച്ച് വലുതായപ്പോഴും നിലനിന്നിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. അനുഭവങ്ങളുണ്ട്. അതില് ഇപ്പൊ ഈ കാഴ്ചകള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ അങ്ങനെ ഇല്ലാതില്ല. കാഴ്ച കഴിഞ്ഞു. അങ്ങനത്തെ ഒന്നും വേറെ ചില അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഊർജം കൊണ്ട് ഒരു ചികിത്സ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് പിന്നെ ഒരാളെ ഒരു കാണാതായ സാധനത്തെ നമ്മള് അങ്ങനെ കണ്ടെത്തുക, അങ്ങനെ ഉള്ളുന്നേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഈ സിദ്ധിയുടെ അനുഭവങ്ങളൊന്ന് വിവരിക്കാൻ പറ്റും? സിദ്ധിന്റെ അനുഭവം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ ആളുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അല്ല, ചിലപ്പോ അറിയോ, ചില സിദ്ധന്മാർക്ക് ഈവൻ ഒരു ജീവൻ തന്നെ കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നു? അങ്ങനെയൊക്കെയുള്ള സിദ്ധി കിട്ടി കഴിയുമ്പോ മരിക്കുന്ന ഒരാളെ നമുക്ക് ഗംഗാജലം കൊടുത്തിട്ട് ജീവിപ്പിക്കുന്നത് പോലെ ജീവൻ തന്നെ അങ്ങനെ പറയണ്ടില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പറയാ. അപ്പൊ ഞാൻ പറഞ്ഞ ആളെ റെഡിയാക്കി വെച്ച് പറയല. എന്റെ അമ്മസൻ, ഭാര്യന്റെ ഭർത്താവ്, ഭാര്യയുടെ ബാപ്പ അമ്മസന് ആ നെഞ്ഞ് വേനറക്കിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് മലപ്പുറത്ത് കൊണ്ടുപോയിട്ടപ്പോ ഓരോ പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം, എന്താ ആന്റിബയോളജി ചെയ്യണം, 1.25 ലക്ഷം റുപ്യ വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്യാറില്ല. അവിടെ ആശുപത്രിയിലുള്ള സജ്ജീകരണം ഇല്ല. പെരിന്തൽമണ്ണക്ക് കൊണ്ടുവന്ന അവിടെയാണ് ഈ സജ്ജീകരണങ്ങളുണ്ട്. പിന്നെന്തിനാ അവിടെ ഒറ്റക്കുന്നത് ചെയ്യാൻ? അപ്പൊ ഞാൻ ചെന്നുകാണ്ട് നോക്കിയപ്പോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതില് എന്താ നീ ചെയ്യാന്ന് ഓൽക്കറിയില്ല, പൈസ ഇല്ല, അവിടെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഓരികളാണ് ചെന്നുകാണ്ട് ഡോക്ടറെ കാണണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ ഡോക്ടർ ഇവിടെ ഇല്ല. ഞാൻ ചെന്നുകാണ്ട് ചോദിച്ചു, ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. ഡോക്ടർ ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഡോക്ടർ ഉണ്ടായിട്ടപ്പോ നിങ്ങൾ കയറിയത് ചോദിച്ചു. എന്നിട്ട് ഇറങ്ങി വന്നു നേഴ്സുമാരോട് ഇറങ്ങാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ ഡോക്ടർ ഉണ്ടായിട്ട് കയറിയത് എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കളി പറഞ്ഞു. ആളെന്ന് കാണട്ടെ. ആളെപ്പോ കാണാൻ പറ്റില്ല, എന്റെ കണ്ണു പൊട്ടിക്കണേ, എന്താ കാണാൻ പറ്റില്ല, അന്ന് കാണണല്ലോ. അയാളെ കണ്ടേക്കിന് നീച്ചാണി പറഞ്ഞു. നീച്ചാൻ പറ്റിയ ആണാകാതായിട്ട് കിടക്കുന്നതാണ്. ഈ കംപ്ലീറ്റ് കുത്തിയിട്ട് ആ സാധനമൊക്കെ ഇങ്ങനെ വെച്ചുകാണ്ടേ, പൊട്ടൊക്കെ വെച്ചുകാണ്ട് ഇവിടെയൊക്കെ കുത്തിയിട്ട് കെട്ടുകാണ്ട് ഇങ്ങനെ നീച്ചാൻ ആണ്. അപ്പൊ ഞാനിങ്ങനെ ഒന്നിങ്ങാണ്ട് കണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു, നേരത്തെ തൊട്ടാതെ ഒന്ന് വല്ല അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ നീച്ചാളി വന്നു. അപ്പൊ ഒരു ചിറ്ററൊരു സംഭവം, ഒരു പുകന്റെ മാതിരിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാണ്. കാണുന്നുണ്ട്. ഒരു കറുത്ത പുക പോലെ കാണാൻ, ഒരു വെളുത്ത പുക കാണാൻ. ഒരു മഞ്ഞ അങ്ങനെ വന്ന മാതിരി ഈ കൈ ഇങ്ങനെ ആക്കിയപ്പോ. അപ്പൊ ഒന്നും കൂടി 2-3 വട്ടം ഇങ്ങനെ ആക്കി. ഇനി നീച്ചാൻ പോയി നീച്ചോളി പറഞ്ഞു. അപ്പൊ ഈ സാധനം പോയി. ഇതൊക്കെ എടുത്തിട്ടു. നേഴ്സുമാരുടെ ഇതൊക്കെ അടിമത്തൊക്കെ എടുത്തിട്ട് ആളിയാണ് നീച്ചാളിയാണ്. ഇരുന്നോളി മാറിക്കണം ചോദിച്ചു. നീശി എന്താ കേട്ടോ ചോദിച്ചു. അവിടെ ഇപ്പോഴും ചോദിച്ചു. ഞാൻ ഇറങ്ങിക്കോളിയാ. അപ്പൊ ഈ വീൽ ചെയറിലാണ്ട് ഉന്തി കൊണ്ടുപോയ ആള് നടന്നു പോകുന്നു. വണ്ടിയിലാണ് പോയി കയറിക്കോളിയാണ്. ഡോക്ടർ എന്നാലേ ഡിസ്ചാർജ് ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വന്നിട്ട് ഡിസ്ചാർജ് ആയിക്കോളേണ്ടിയാണ്. പേപ്പറൊക്കെ നിങ്ങൾ പിന്നെ ആക്കിയാൽ മതിയാണ്. വന്നിട്ട് നിങ്ങൾ ആക്കിയാൽ മതിയാണ്. ഇവിടെ ഏതായാലും നിങ്ങളെ ചികിത്സ ഇല്ല, പെരിന്തൽമണ്ണ കൊണ്ടോണ്ടേ. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കിടത്തിക്കുന്നത്? പൈസ ഉണ്ടാക്കാനാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടത്തുന്നത്? ഞങ്ങൾ എവിടെ കൊണ്ടുപോയൊക്കെ എന്ത് ചെയ്തോണ്ട് പേരെ കൊണ്ടുപോയിട്ടു. ആളെ അടിച്ച് നടന്നു. മൂപ്പേരോട് പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞതാണ് ഡിസ്ചാർജ് ആക്കാൻ പറഞ്ഞത്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അവിടുന്ന് കുറച്ച് മരുന്നുകളുണ്ട്, അതിൽ കുറച്ച് മരുന്ന് മാത്രം മേടിച്ചു, കുറച്ച് മരുന്ന് വേണ്ടാന്നും പറഞ്ഞു. അപ്പൊ ഒരു ഗ്യാസിന്റെ ഒരു വെളുത്തൊരു കുപ്പി, ആ മരുന്ന് മാത്രം മതിയെന്ന് ഞാൻ. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ വെച്ചാണ്ട് ഫോൺ ചെയ്തു. എന്നിട്ട് പെരയെ പോയി കണ്ട് നോക്കട്ടെ. ഇപ്പൊ ഞാനും അവിടെ കൂടി പെരയിൽ മൂപ്പറൊപ്പം തന്നെ നിന്നു. ഞാനും ഭാര്യ എല്ലാരും. ഭാര്യയുടെ ബാപ്പയാണിത്, ഇതാവണം.
അത് ഒരു 2-3 ദിവസം അവിടെ നിന്നു. കുറച്ചൊക്കെ മൂപ്പര് റെസ്റ്റ് എടുത്തു. പിന്നെ നീച്ചടന്ന് കണ്ട് പാലക്കാട് ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. പാലക്കാട് ഒരു ഇതിന്റെ ആളുണ്ട്, ഈ പച്ചമരുന്ന് ചികിത്സ ഒക്കെ ചെയ്യുന്ന ഒരു വൈദ്യരുണ്ട്. അപ്പൊ മൂപ്പരടുത്തൊന്ന് പോയി കണ്ട് നോക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നിട്ട് മൂപ്പരെ കാണാൻ മൂപ്പരനെ പോയത്. അന്വേഷിച്ച് കണ്ട് മൂപ്പരെ കൈമാരെ പറഞ്ഞു കണ്ട് അന്വേഷിച്ചു. ഞാനും പോയി. എന്നിട്ട് ഇവിടുന്നിട്ട് അതൊറ്റം വരി കാവലിക്കാണ്. അപ്പൊ ഞാനാ നിന്നത്. അപ്പൊ എനിക്ക് അത്ര വല്ലാതെ ആരോഗ്യമില്ല. ഞാൻ കുറെയൊക്കെ കാവലിൽ നിന്നാണ്ട് വരി നിന്ന് രാവിലെ വരിക്കണം. അങ്ങനെ ഒരു കുറെ നേരം എന്റെ കാലടഞ്ഞിങ്ങനെ മൂപ്പര് വന്ന് നിന്ന് ഈ യഥാർത്ഥ ആള്. ഞാൻ നിന്നുള്ള അധികം മാറി നാളായിരുന്നു. പാലക്കാട് എവിടെ അതിനിപ്പോ ഇപ്പൊ എനിക്ക് ശരിക്കും അറിയില്ല. ഹാർട്ടിനുള്ള മരുന്നാ കൊടുക്കുന്നല്ലേ? അത് ഇതാണ് പച്ചമരുന്നാളാണ്. പേരൊന്നും എനിക്ക് അങ്ങനെ കൊടുത്തില്ല. അമ്മസന്റെ ചങ്ങായിമാര് പരിചയപ്പെടുത്തിയ സ്ഥലം. ഞാനും സ്ഥലത്ത് വന്നിട്ട് എനിക്കത് അത്ര കറക്റ്റ് പറയാനൊന്നും അറിയില്ല. അപ്പൊ അവിടെ പോയി മൂപ്പര് മരുന്ന് തരച്ച് കണ്ട് കൊടുന്ന് കുടിച്ചു. പിന്നത്തെ മൂപ്പരനെ സ്വന്തം വന്നുകൊണ്ട് മരുന്ന് മേടിച്ച് തന്നാണ്ട് കുടിച്ച. അതിന്റെ ശേഷമാണ് ഞാനിങ്ങനെ സംഭവം ചെയ്തിട്ട് പോകുന്നതാണ് ഡോക്ടർ ഡിസ്ചാർജ് ആക്കിയതല്ലാന്ന് ഈ അമ്മോസൻ അറിയുന്നത്. അതിന്റെ ശേഷം എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ആസ്പത്രിയിൽ നിന്ന് എടുത്ത് കൊടുന്നു, എന്നെ കൊല്ലാനാക്കി, അതിന് വേണ്ടി കൊടുക്കുന്നത് ആനാക്കി ഇങ്ങനെ ആക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞു ആസ്പത്രി അവിടെ ഉണ്ട്, ഡോക്ടർ അവിടെ തന്നെ ഉണ്ട്, ഇനിയും വേണമെങ്കിൽ ചെയ്തു തരും. നിങ്ങൾക്ക് എത്ര വട്ടം ആർട്ട് പൊളിച്ചണം എന്ന് ഓരോട് നിങ്ങൾ പറഞ്ഞാൽ അത്ര വട്ടം അവർ ചെയ്യും. അത്രയും പൈസ കൊടുത്താ പോരെ, നിങ്ങൾക്കിത് മെച്ചോ ചെയ്തിരുന്നെങ്കിൽ മൂപ്പര് ചെയ്തു തരും. പെണ്ണായിട്ട് തെറ്റിട്ട് കാര്യം ഓരിയാണ്. അപ്പൊ മൂപ്പര് പോണില്ല. അങ്ങനെ ഇപ്പൊ മൂപ്പരിനോട് മുണ്ടൂല, തെറ്റില്ല. അങ്ങനെ പിന്നെ ഒന്ന് മുണ്ടും, പിന്നെയൊന്ന് തെറ്റും, പിന്നെയൊന്ന് മുണ്ടും, പിന്നെയൊന്ന് തെറ്റും. അങ്ങനെ ഇടക്കിടക്ക് മുണ്ടും തെറ്റും ചെയ്യും അമ്മോസന്. അത് ഭാര്യന് ഏറ്റവും കസറുണ്ടാക്കും എന്നുകണ്ട്. ഈ ചെറുപ്പത്തില് നടത്തിയ അടി വലുതായിട്ട് നാട്ടിൽ വന്നിട്ട് നടത്തിയിട്ടുണ്ട്. നാട്ടിൽ അങ്ങനെ വലിയ കസറ എല്ലാരും വന്ന് തല്ല, അപ്പൊ അതിന് പേരേന്ന് തല്ല, പിന്നെ ഇവിടുന്ന് തല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, നാട്ടിൽ അടിയില്ല. അപ്പൊ അടി പ്രശ്നമൊന്നും ഇല്ല. അത് സാധാരണ മനുഷ്യന്മാരല്ലേ. മറ്റേതല്ലേ വലുതായിട്ട് പിന്നെ ഈ പവർ ബ്രൂസിയുടെ പവർ ഉണ്ടായിരുന്നു. പവർ സംഭവം ആ പവർ ഇടക്ക് വരുന്നുണ്ട്. അത് അതേമാതിരി അങ്ങനെ ചല്ലുണ്ടാവിച്ചിട്ടൊന്നും വരൂല. സാഹചര്യം വന്നാ പോവും. വേറെ വല്ല ഇതുപോലെ ഉറക്കം കുറയാൻ കാരണം അടി, അപ്പൊ ജാഗ്രത കൂടി വന്നു. അത് ഓക്കെ, അതൊരു മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനിൽ നമ്മൾ ഇങ്ങനെ ജാഗ്രത കൂടി വരികയാണ്. വേറെ ഈ പ്രാണായാമം പോലെ അങ്ങനെ എന്തെങ്കിലും അതിന്റെ വല്ല രഹസ്യങ്ങളും ചെറുപ്പത്തില് അറിയാതെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശ്വാസത്തിന്റെ അങ്ങനത്തെ. പിന്നെ ഈ ശ്വാസം ഇങ്ങനെ ഇതാക്കും, ഇതിങ്ങനെ കജിമക്ക്. അത് എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ എല്ലാവരും കളിയാക്കുക ചെയ്യും. ഇതിങ്ങനെ നോക്കും, ശരം നോക്കാന്ന് പറയും. ഇതിമക്കൊന്നും അങ്ങനെ നോക്കും. നമ്മുടെ ബ്രീത്തിന്റെ ലെങ്ത് നോക്കാണ്. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് എവിടുക്ക. അപ്പൊ അത് ഒന്ന് ചിലത് കൂടും, ചിലതൊന്ന് കുറഞ്ഞിക്കും. അപ്പൊ അത് കുട്ടിയായിരിക്കുമ്പോഴേ അതറിയുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ഇങ്ങനെ കൂടുതൽ ഒന്ന് കുറവുണ്ടല്ലോ, അതിങ്ങനെ ശ്രദ്ധിക്കുമ്പോ അതിന്റെ ചെറിയ ഡിഫറൻസുകൾ ഇങ്ങനെ ശ്രദ്ധയിൽ ഇങ്ങനെ, അപ്പൊ അതിങ്ങനെ നിരീക്ഷിക്കും ഇടക്ക്. എപ്പോഴും അതിങ്ങനെ ഉണ്ടാവില്ല. ഇടക്ക് ഇങ്ങനെ കളിച്ചുമ്പോ എത്തപ്പറ്റി ഇങ്ങനെ കാട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കും അറിയില്ല എന്താ സംഭവം. ഇതെല്ലാം പിന്നെ എന്താ പറയാ, അത്ര അഗാധമായ വിജ്ഞാനാണ്, യോഗ വിജ്ഞാനാണ്. ഈ ശ്വാസത്തിന്റെ നീളം നോക്കല്, ശരം നോക്കുക എന്ന് പറയാം, ശരനൂൽശാസ്ത്രത്തില്. അതിന്റെ ലെങ്തിനനുസരിച്ച്, അതുപോലെ അതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഏത് പഞ്ചഭൂതമാണ് ആ സമയത്ത് ആക്റ്റീവായിട്ടതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ മൈൻഡ്. അല്ല, അതിപ്പോ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അന്ന് ചെയ്തില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെ പറയലുണ്ട് ശരനൂൽ ശാസ്ത്രത്തിനെ പറ്റൊക്കെ. അങ്ങനത്തെ യോഗികളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കേൾക്കലുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു പോയിന്റ് ആണെന്നുള്ളത് പിന്നെ അങ്ങനെ മനസ്സിലായി. അപ്പൊ അത് അന്നിങ്ങനെ ശ്രദ്ധിക്കലുണ്ട്. അതേമാതിരി ഇങ്ങനെ ഇത് ഒന്ന് കൂടും കുറയും ചെയ്യുമ്പോ അത് കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കും. മറിഞ്ഞു കിടന്നാൽ അപ്പൊ കൂടുതൽ ഉണ്ടാവുമ്പോ ഇങ്ങോട്ടാവുമ്പോ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും. അങ്ങനെ അതുകൊണ്ട് തിരിഞ്ഞെടുന്നാണ്ട് അങ്ങനെ റെഡിയാക്കി. അപ്പൊ അതിന് ലെവലായിരുന്നു. അപ്പൊ രണ്ട് നാസികയും ഒരേ സമയം
തുറന്നിരിക്കുക എന്നുള്ളതാണ് യോഗ അവസ്ഥ. അതാവാൻ വേണ്ടിയാണ് എല്ലാവരും യോഗം പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സുഷുമ്നയെ കൂടെ പ്രാണനോടുക എന്ന് പറയും. രണ്ട് നാസികയും ഒരേ സമയം തുറന്നിരിക്കുമ്പോൾ സുഷുമ്നയിലൂടെ പ്രാണനോടുക എന്നുള്ള അവസ്ഥ. അതാണ് ശരിക്കും ആധ്യാത്മികമായിട്ടുള്ള ഉന്നതികളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാണായാമവും യോഗയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ആരും പറഞ്ഞു തരാതെ പഠിക്കാതെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതൊക്കെ അറിയാതെ അങ്ങനെ വരുന്നതാണ്, ഉള്ളിന്ന് ഉള്ളിന്ന് വരും. അത് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ആദ്യം എന്ത് വേണം? സത്യം വേണം മനസ്സിൽ. അതിനാണ് പ്രധാനം. നമ്മള് അതിന് ധർമ്മം, സത്യം, നീതി അങ്ങനെയൊക്കെയുള്ള ഈ മൂല്യബോധങ്ങളുണ്ടല്ലോ, അത് ചെറുപ്പത്തിലെ ഉള്ളിന്ന് ഉണ്ടാവണം. അത് നമ്മളെ ഉള്ളിൽ വേണം. ഇതില്ലാതെ നമ്മൾ നോക്കിയാൽ എന്ത് കാട്ടിയിട്ട് കാര്യമില്ല, ഉണ്ടാവില്ല. അത് ഏത് കർമ്മങ്ങൾ ചെയ്തിട്ടോ ഇബാദത്തുകൾ ചെയ്തിട്ടോ ഒന്നും എത്ര ഇബാദത്ത് ചെയ്താലും അതിന് സിദ്ധി കിട്ടിയാലും ആ സിദ്ധിയായിട്ട് നശിച്ചു പോകും. കാരണം ഈ സിദ്ധി അന്യായമായിട്ട് ഉപയോഗിക്കും. ഇത് അതിനാണ് നമ്മളെ സത്യനീതി ഒന്നും മനസ്സിലില്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിലെ നിയമങ്ങൾ പാലിക്കണം അതിന്റെ കാരണം. പിന്നെ നമുക്ക് ചിലപ്പോ പല സിദ്ധികൾ വെറുതെ വരും. അത് തെറ്റൊക്കൊന്നല്ല, ഇനി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ അത് വരുന്ന എന്താ വെച്ചാല് അത് നമ്മൾ തിരിച്ചു ഉപയോഗിക്കാൻ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അത് തിരിച്ച് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിന്റെ കാര്യം. ഇത് ചെറിയതല്ല വരിക. ദൈവം ഏത് കഴിവും കൊടുത്തുനിന്ന് വരും. അത് ഇങ്ങോട്ട് വേഗം ചെയ്യും. അത് കൊടുക്കാൻ അറിയുന്ന ആൾക്ക് തിരിച്ചു വരാനും അറിയാം, തിരിച്ചെടുക്കാനും അറിയാം. അത് ഏതും കൊടുക്കും. ഉപയോഗിക്കണ്ടോ തോന്നിയാൽ ആ സാധനം കുറഞ്ഞു, പിന്നെ കുറയും. ടൈമില് സെക്കൻഡില് തിരിച്ചെടുക്കാൻ കഴിയും. നമ്മളെ ജീവന് ഉണ്ടായി വരാന് കുറെ ടൈം പിടിച്ചില്ല. ജനിച്ചു വരാന് ഒരു 10 മാസത്തെ പണിയില്ലേ. പോകാൻ ഒരു 10 സെക്കൻഡ് വേണ്ട. പോകാറ്റും തന്നെ പോകാം. ഒറ്റ സെക്കൻഡിൽ തീരൂല ആരും. അപ്പൊ പടച്ചോണി നമുക്ക് എന്ത് കാര്യം വിചാരിച്ചാലും തരാന്. ഈ സിദ്ധികള് ഒരു കാലത്ത് വലിയ യോഗസിദ്ധികളാണ് താങ്കളില് ചെറുപ്പത്തില് വിളങ്ങി വന്നത്. പിന്നെ ഇത് ക്രമേണ കുറഞ്ഞു പോവാൻ എന്താ കാരണമായിട്ട് തോന്നിയത്? പിന്നെ കുറഞ്ഞു പോകാൻ ആ സാഹചര്യം മാറി, നാട്ടിലെത്തിയില്ലേ. അപ്പൊ പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് മാറി, ജാഗ്രതാവസ്ഥ പോയി. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാതായി. വേറെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ തിരിഞ്ഞപ്പോ കുറഞ്ഞു വന്നു. അപ്പൊ അത് ഇന്നതാണ് കാരണം എന്നുള്ളത് പോയിന്റ് ശേഷമാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാവുന്നില്ലല്ലോ, കയ്യിൽ നിന്ന് പോയിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഞാൻ തിരിച്ചു പിടിക്കാനുള്ള ഇതിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ. അപ്പൊ ഇനി ദിക്ർ ചൊല്ലലും കാര്യങ്ങളും ധ്യാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തുടങ്ങാണ്. ഇപ്പൊ എന്താ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലായിട്ട്? തൊഴില് മർമ്മ ചികിത്സ. അത് എങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ പഠിഞ്ഞാണോ അതോ? അത് എന്താണ്, നമ്മളെ നാട്ടിലൊരു തൈലം വെക്കണ ഒരാളുണ്ട്. അപ്പൊ മൂപ്പരൊപ്പം പോണ ആള് ലീവായപ്പോ എന്നെ കയറ്റി ഒരു ദിവസം വണ്ടിയിൽ തൈലം. വണ്ടിയിൽ പോയിക്കാന്ന്. മർമാണി തൈലം അല്ലെ? മർമാണി തൈലം. ഓക്കെ. അപ്പൊ അങ്ങനെ പോയി, മൂപ്പരൊപ്പം അങ്ങനെ പോരും. പിന്നെ എന്നെ കൊണ്ടുപോകും. അപ്പൊ ആൾക്കാര് ഇടക്ക് അവിടെ നിന്ന് ഉജ്ജാനും ഇവിടെ നിന്ന് ഉജ്ജാനും കയ്യും കാലൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി തൈലം തേച്ചിക്കാണ്ട് ഒന്ന് ഇഞ്ഞോടത്താളെ അറിയും മൂപ്പര്. ഒന്ന് പിടിക്കുമ്പോഴേക്കും അവരുടെ അത് പെട്ടെന്ന് ഞാൻ തൊടുമ്പോത്തിന് സംഭവം മാറുന്നുണ്ട്. അത് വിരലിന് അങ്ങനത്തെ എവിടെ ആകുമ്പോഴത്തേനും സംഗതി ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ ആൾക്കാർ അധികം എന്നോട് ചോദിക്കും. ഈ തൈലത്തിന് നല്ല ചെലവായി. അപ്പൊ വേഗം എന്നോട് ചോദിക്കും. അപ്പൊ ഈ തൈലം വെക്കണ ആളടുത്ത് ഇന്ത്യ അടുത്തും പൈസ ഉണ്ടാകാൻ തുടങ്ങി. ആൾക്കാർ ഇന്ത്യ അടുത്ത് പൈസ തരും. മൂപ്പര് തൈലം വിറ്റിട്ട് പൈസ, ഞാൻ ഒന്നും വെക്കാതെ എനിക്ക് പൈസ. തേച്ച് കൊടുക്കുമ്പോഴേക്കും പൈസ ആൾക്കാർ എനിക്ക് പൈസ തരും. അപ്പൊ ഇത് കുറെ കാലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ. അപ്പൊ ഞാൻ തന്നെ എന്താ സംഭവിച്ചത്, എന്തോ പവർ ഉണ്ട്, എന്തോ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായി. മനസ്സിലായി. അപ്പൊ അങ്ങനെ അതിനെ പറ്റിക്കാണ്ട് പിന്നെ ഗുരുക്കന്മാരത്ത് പോയി. അതിന്റെ ശേഷം ഞാൻ പിന്നെ ഇത് തൈലം ഉണ്ടാക്കും. ഗുരുക്കന്മാരത്ത് പോയി കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ ഇന്നെ തൈലം വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി വെക്കും. പിന്നെ നമുക്ക് തൈലം തരുന്ന ഒരു വീട്ടിലുണ്ട്, മൂപ്പര് പിന്നെ തരാതായി. ചെറിയൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും അങ്ങനത്തൊക്കെ വന്നു. അവന് തരാതായി. തെറ്റിദ്ധാരണ പറഞ്ഞാൽ കുറച്ച് പൈസ മൂപ്പര്
തരാണ്ടായിട്ട് പിന്നെ അത് തന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പൈസന്റെ പ്രശ്നം. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാരേജൊക്കെ ചെയ്തേക്കിന് ആ കേസാണ്ട് വൈകി ചെയ്തു. അപ്പൊ ഇങ്ങനെ തൈലം ഉണ്ടാക്കേണ്ട ആവശ്യം. പിന്നെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ അപ്പൊ തൈലം ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും അറിയുന്നില്ല. അതുപോലെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഗുരുക്കളുണ്ട്. ഇപ്പൊ അങ്ങനെ പോണ നോക്കിയിട്ട് നമ്മ ഇങ്ങനെ തൈലേറ്റ് പോയിട്ട് ഒരു ഗുരുക്കളെ കണ്ടു. അപ്പൊ ഗുരുക്കളുടെ നെറ്റ് നല്ല കമ്പനിയായി. കീശേരിയുള്ള ആളാണ്. ബാക്കി കീശേരി കൊണ്ടോട്ടി കീശേരി. അപ്പൊ മൂപ്പരേറ്റ് എല്ലാം പരിചയം. മൂപ്പരേറ്റുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു. ഗുരുവിനെ നമ്മളൊരു ഗുരുവിലേക്ക് എത്തിപ്പെടും, അല്ലെങ്കിൽ ഒരു ഗുരു നമ്മളിലേക്ക് വരും. അതെ. അപ്പൊ വൈക്കുന്ന മൂപ്പര് പരിചയപ്പെട്ടാണ്. പിന്നെ മൂപ്പര് എല്ലാം നല്ല കമ്പനിയായി. ഇപ്പൊ ആളില്ല, ആള് പോയി. വൈദ്യം പഠിപ്പിച്ചു, മർമ്മ ചികിത്സ അങ്ങനത്തെ കുറച്ചൊക്കെ പഠിപ്പിച്ചു. പിന്നെ പഞ്ചകർമ്മത്തിന്റെ ആൾക്കാരായിട്ട് പോയിങ്ങാണ്ട് അത് പഠിച്ചെടുത്തു. പിന്നെ ക്ലിനിക്ക് അങ്ങനത്തെ ഒക്കെ ഇടണമെങ്കിൽ ഇത് വേണല്ലോ, സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അപ്പൊ അതിനും വേണ്ടിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ പഠിച്ചു. അപ്പൊ അതില് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോത്തിന് ക്ലിയർ ആവട്ടെ, ചെയ്യുമ്പോത്തിനൊക്കെ ക്ലിയർ ആവില്ല. അങ്ങനെ അത് മാത്രമല്ല, അത് ഡിസ്റ്റൻസ് ഹീലിംഗ് വരെ നമ്മളിപ്പോ ചെയ്യും. ദൂരത്തുള്ള ആൾക്കും നമ്മൾ ചെയ്താൽ ക്ലിയർ ആവും. പക്ഷെ അത് ഞാൻ അങ്ങനെ ഇല്ല, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള അങ്ങനത്തെ. ഈ ഉള്ളിലത്തെ പണ്ടുണ്ടായിരുന്ന ആ പവർ പൂർണ്ണമായും തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലാണ് ഭയങ്കര സാധ്യതയാണ് ഈ ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യാൻ. അതെ, എനിക്ക് കഴിയും. പിന്നെ രോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ, ഏതൊരാളെ മനസ്സിലുള്ള ശരീരത്തിലും മനസ്സിൽ, അതേപോലെ ആത്മീയമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനത്തേനെ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ അന്നത്തെ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് ഇപ്പൊ മലപ്പുറത്ത് എവിടെയാണ്? കുന്നുമ്മൽ അവിടെ ഹോസ്പിറ്റലിൽ നടക്കുന്നു, ക്ലിനിക്ക് നടക്കുന്നു. അപ്പൊ ആർക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചികിത്സ ചെയ്യുന്നുണ്ട്. ചികിത്സ അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. മർമ്മ ചികിത്സകൾ അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. ഈ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് താങ്കളിൽ അറിഞ്ഞോ അറിയാതെയോ വിളങ്ങിയത് വർഷങ്ങളോളം സാധന ചെയ്താൽ കിട്ടുന്ന ഒരു പവറാണത്. യോഗ വിജ്ഞാനം, ആ യോഗിക് പവറാണ്. ധ്യാനത്തിലുണ്ടാവുന്ന സിദ്ധികളാണ്. അതാണ് താങ്കൾക്ക് കിട്ടിയത്. അപ്പൊ അത് മുഴുവനായിട്ട് തിരിച്ചു പിടിക്കണം. അപ്പൊ അതിനുള്ള ഇതൊക്കെ ചെയ്തിട്ട് എന്താ വെച്ചാൽ അന്ന് ചെയ്താൽ തന്നെ മതി. കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടാണോ ഈ സിദ്ധിയിലേക്ക് നമ്മൾ വന്നത്, ആ സംഭവങ്ങൾ വീണ്ടും ചെയ്ത് ഈ സിദ്ധികൾ പൂർണ്ണമായ തോതിൽ, ഇപ്പൊ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അപ്പൊ അത് പൂർണ്ണമായ തോതിൽ കിട്ടും. പക്ഷെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി അത്ഭുതങ്ങള്, നമുക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലൂടെ നിവർത്തിക്കപ്പെടാനുണ്ട്. അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ താങ്കൾ എത്രയും പെട്ടെന്ന് ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലെവലിലേക്ക് എത്തണം. നമ്മുടെ ഈ ലോകത്തിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അങ്ങയുടെ ആ അറിവിന്റെ ഒരു ഗുണം കിട്ടണം. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്കൾക്ക് നന്ദി പറയാം. നന്ദി. നമസ്കാരം.